നമ്മൾ പലപ്പോഴും സഹനത്തിൻ്റെയും രോഗത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും നിന്ദാപമാനത്തിൻ്റെ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നാം ചോദിക്കാറുണ്ട്, എൻ്റെ ഈശോ നീ എവിടെയാ? എനിക്ക് നിന്നെ കാണാനില്ലല്ലോ. ജീവിതമാകുന്ന തോണി വലിയ പ്രതിസന്ധിയിൽപ്പെട്ട് ആടി ഉലയുമ്പോൾ, തുഴക്കോൽ നഷ്ടപ്പെട്ട് ദിശയറിയാതെ ജീവിതമാകുന്ന തോണി മറിഞ്ഞു പോകാൻ നിൽക്കുമ്പോൾ നാം ചോദിക്കും, എൻ്റെ ഈശോ നീ എവിടെയാ? എന്നെ കാണുന്നില്ല ഈശോയെ. കണ്ണു നിറഞ്ഞ് തേങ്ങുമ്പോൾ അറിയാതെ എൻ്റെ കണ്ണൊന്നടഞ്ഞപ്പോൾ നെറുകയിൽ തലോടുന്ന ഒരു കൈസ്പർശം, ഒരു സ്വരവും കേൾക്കാം. കുഞ്ഞെ, നീ തേങ്ങുന്നത് എൻ്റെ കയ്യിലിരുന്നാണ്. കുഞ്ഞെ, നിന്നെ താങ്ങി പിടിച്ചിരിക്കുന്നത് എൻ്റെ കരങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് ഒരു റൂമിൻ്റെ ജനലും വാതിലും ലൈറ്റും അണച്ച് ആരും കാണാതെ തേങ്ങുമ്പോൾ അവിടെയും നിൻ്റെ ഈശോ നിന്നെ തേടി വരൂട്ടോ. ഒരു ചെറിയ കഥ പറയാട്ടോ. ഒരു പരുന്ത് ഒരു വലിയ മലയുടെ മുകളിൽ നല്ലൊരു കൂടുണ്ടാക്കി നല്ല മിനുസമുള്ള പ്രതലങ്ങൾക്കുള്ളിൽ മുട്ടയിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നു. അമ്മ പരുന്ത് കൊണ്ടുവരുന്ന ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ച് സംരക്ഷണം കിട്ടുന്ന കുഞ്ഞുങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാർ തങ്ങളാണെന്നാണ് ചിന്തിക്കുന്നത്. കുറച്ചു ദിവസത്തിന് ശേഷം അമ്മ പരുന്ത് കൂടിൻ്റെ മിനുസമേറിയ പഞ്ഞിയും മറ്റു സാധനങ്ങളും കൊത്തിക്കളയും. ചിറകു മുളയ്ക്കാത്ത കുട്ടികളുടെ മേൽ കൂട്ടിലെ വടികളും മറ്റും കുത്താൻ തുടങ്ങും. കുഞ്ഞു ശരീരം വേദനിക്കും, എന്നാൽ ഭക്ഷണം കിട്ടുന്നുമുണ്ട്. അതിനുശേഷം അമ്മ പരുന്ത് കൂട് തകർക്കും. വലിയ മലയുടെ മുകളിൽ അമ്മയോടൊപ്പം ഇരിക്കുമ്പോൾ കുഞ്ഞ് ചിന്തിക്കുന്നത്, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാൻ എന്നാണ്. അപ്പോഴാണ് അമ്മ പരുന്ത് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഈ കുഞ്ഞിനെ ഒന്ന് തട്ടി നിലത്തേക്കിടുന്നത്. കുഞ്ഞ് ഏങ്ങലടിച്ച് കരഞ്ഞ് നിലത്തേക്ക് എത്താറാകുമ്പോൾ തൻ്റെ ജീവിതം തീർന്നു പോയെന്ന് കരുതിയിരിക്കുമ്പോഴാണ് അമ്മ പരുന്ത് പറന്നു വന്ന് ആ കുഞ്ഞിനെ പുറത്തിരുത്തി സുരക്ഷിത സ്ഥാനത്തെത്തിക്കുന്നത്. ഇതുപോലെ തുടർച്ചയായി ചെയ്യാനൊരുങ്ങുമ്പോൾ കുഞ്ഞ് തൻ്റെ ചിറകുകൾ ഉപയോഗിച്ച് സ്വയം പറക്കുവാൻ പരിശ്രമിക്കും. ഇത് തന്നെയാണ് സൃഷ്ടാവായ ദൈവവും നമ്മോട് ചെയ്യുന്നത്. അതുകൊണ്ട് നിൻ്റെ ജീവിതം തീർന്നു പോയെന്ന് കരുതിയെടുത്ത് നിന്നാണ് ദൈവം പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ ഓരോ നിമിഷവും എനിക്കും നിനക്കും സാധിക്കട്ടെ.